കഴിഞ്ഞ് 2 ദിവസം പിന്നിടുമ്പോഴാണ് തൃശ്ശൂർ നഗരത്തിൽ അക്ഷരാർത്ഥത്തിൽ പുളകമണിയിച്ചുകൊണ്ട് പാപ്പാമാർ നിരന്നത്. ഏകദേശം 15,000-ഓളം അധികം വരുന്ന പാപ്പാമാരാണ് ഇന്ന് തൃശ്ശൂർ നഗരത്തെ കീഴടക്കുന്നത്. ഇപ്പോൾ തന്നെ നോക്കാം, 5 മണിയോടുകൂടി തന്നെയാണ് ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. പക്ഷേ 3:30യോടുകൂടി തന്നെ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പാപ്പാമാർ അണിനിരന്നിരിക്കുകയാണ്. വിവിധ ഇടവകളിൽ നിന്നായി പൗരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇത്രയും വലിയ ഒരു രീതിയിലുള്ള ഒരു മോണത്താലെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാം, നമുക്ക് ഇവിടെ നിരന്നിരിക്കുകയാണ്. നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് സർപ്രൈസുകളൊക്കെയാണ് കാത്തുവച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ അതൊന്നും തന്നെ പുറത്തേക്ക് പോകുന്നില്ല, ഞങ്ങൾ പറയുന്നില്ല. അതെല്ലാം കണ്ടു തന്നെയല്ലേ അറിയേണ്ടത് എന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും നമുക്ക് എവിടുന്നാ വരുന്നേ? വടക്കാഞ്ചേരി. എത്ര പേരുണ്ട് നിങ്ങള്? ഞങ്ങൾ കുറേ പേരുണ്ട്. ഇതാണ് ഒരു എനർജി എന്ന് പറയുന്നത്. ഞങ്ങൾ എത്ര പേരുണ്ടെന്നുള്ളതല്ല, ഞങ്ങൾ കുറേ പാപ്പന്മാർ അണിനിരുന്നത്. നമുക്കൊന്ന് ആഘോഷം കളറാക്കിയാലോ? റെഡിയാണോ? എന്നാ കളർഫുൾ വടക്കാഞ്ചേരി ടീമിനൊപ്പമാണ് ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങൾ ഇരുന്നുകൊണ്ട് നന്നായി നിൽക്ക്, നമുക്കൊന്ന് ആഘോഷമാക്കാം കുറച്ചു നേരം. എന്തായാലും വടക്കാഞ്ചേരി ടീമാണ് ഇപ്പൊ നമ്മളുടെ കൂടെ തരുന്നത്. തൃശ്ശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന ദൃശ്യ വിസ്മയങ്ങൾ തീർക്കാനാണ് ഈ ടീമുകളെല്ലാം തന്നെ അണിനിരക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം വടക്കാഞ്ചേരി ടീം എങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്? നമുക്കൊന്ന് ആഘോഷമാക്കിയാലോ? ഓക്കെ, റെഡി. നിങ്ങളുടെ ടീമിന് എൻജോയ്. നിങ്ങൾ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? എന്താണ് ഒന്ന് പോരട്ടെ? എന്തായാലും വളരെ ആവേശത്തിലാണ്. അതിലേറെ എല്ലാവരും തന്നെ ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. മാസങ്ങളായുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഓരോ ടീമും നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെലിബ്രേഷന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലും ഉള്ള ഒരു അന്ത്യം ഇവിടെ ഇല്ല. ഇവിടെ ഒരു തുടക്കം മാത്രമാണ് നടക്കുന്നത്. ഇന്ന് ഇപ്പോൾ 5 മണിയോടെ തന്നെ ബോണത്താല റൗണ്ട് മുഴുവൻ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഈ പാപ്പാമാരെ കാണുക എന്ന് പറയുന്നത് വല്ലാതെ ഒരു വിസ്മയം തന്നെയാണ്. കണ്ണിന് ആനന്ദകരമായ ഒരു രീതി. തൃശ്ശൂർ അതിരൂപ ആവശ്യത്തെ ബോണത്താലയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു തീം സോങ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഒരു തീം സോങ്ങിനനുസരിച്ച് വിവിധ ഇടവകളിൽ നിന്നും എത്തിയ നൃത്തം വെക്കുക എന്ന് പറയുന്നത് കാണുന്നത് വല്ലാത്ത ഒരു അനുഭവം തന്നെ ആയി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്ഘാടനം കാര്യങ്ങൾ എല്ലാം ആരംഭിക്കും. അത് തത്സമയം നമ്മളുടെ ഇടയിൽ നമുക്ക് ഷക്കീന ടെലിവിഷനിലൂടെ കാണാവുന്നതാണ്. തൃശ്ശൂർ നഗരത്തിൽ തന്നെ അക്ഷരാർത്ഥത്തിൽ പുളകമണിയിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ പ്രാവശ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്ന AI സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള പ്ലോട്ടുകൾ തന്നെ ഉണ്ടായിരിക്കും. ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ AI പ്ലോട്ടുകൾ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വർണ്ണാഭമായ, ഏറ്റവും കളർഫുള്ളായ, ഏറ്റവും രസകരമായ പ്ലോട്ടുകൾ തന്നെയാണ് ഇവിടെ എല്ലാവരും തന്നെ അവതരിപ്പിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഡ്രസ്സുകളെല്ലാം അണിഞ്ഞുകൊണ്ടാണ് ഈ കുട്ടികൾ, യുവജനങ്ങൾ, അപാലവൃത്തം വരുന്ന ജനങ്ങളെല്ലാം തന്നെ ആയിരിക്കുന്നത്.